ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ് വേൾഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകൾ എല്ലാവരും വളരെ നല്ല രീതിയിൽ തന്നെ കണ്ടിട്ടുണ്ട്, ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒത്തിരി കസ്റ്റമേഴ്സ് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ആയി. കുറേ പേര് പ്ലാൻസ് എല്ലാം പർച്ചേസ് ചെയ്തിരുന്നു, നല്ല നല്ല റിവ്യൂസ് എല്ലാം വന്നിരുന്നു. ഒരുപാട് സന്തോഷം. ഒന്ന് രണ്ട് പേർക്ക് കുറച്ച് ബാഡായിട്ടുള്ള എക്സ്പീരിയൻസും ഉണ്ടായിരുന്നു, അതും ഞാനിവിടെ ഷെയർ ചെയ്യുന്നു. കാരണം പ്ലാൻസ് ഓൺലൈൻ അയക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ഡിഫിക്കൽട്ടീസ് അവർക്ക് നേരിട്ടിരുന്നു. പക്ഷേ ബാക്കി എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് തന്നെയാണ് നമ്മളോട് റെസ്പോണ്ട് ചെയ്തത്. എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് തന്നെ ഇപ്പോഴും ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. കൂടുതലായിട്ടുള്ള ആൾക്കാർ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ പ്ലാൻസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഡെയിലി നമ്മൾ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. യൂട്യൂബിൽ അപ്ഡേറ്റ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് ചെയ്യാത്തത്. അപ്പോൾ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും കാണുന്നവരെല്ലാവരും ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനിയും ഈ സപ്പോർട്ടെല്ലാം തുടർന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് നിങ്ങളാരും, അതായത് വളരെ റെയറായിട്ട് കണ്ടിട്ടുള്ള ഒരു പ്ലാന്റിനെ പരിചയപ്പെടുത്താനായാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കുറേ ദിവസമായി ഞാനിതൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുന്നു, പക്ഷേ ഓരോരോ കാരണങ്ങൾ കൊണ്ട് നീണ്ടു പോകുന്നതാണ്. ഈ ചെടി എന്ന് പറയുന്നത് ഞാൻ മറ്റുള്ള ചെടികൾ പറയുന്നത് പോലെ ഒരുപാട് പേർക്ക് അറിയാവുന്ന അല്ലെങ്കിൽ വളരെ സുപരിചിതയായ അങ്ങനെ ഒരു ചെടിയല്ല. വളരെ റെയറായിട്ട് മാത്രം ആൾക്കാർക്ക് അറിയാവുന്നൊരു ചെടിയാണ്. വളരെ കുറച്ച് മാത്രമേ നിങ്ങളുടെ വീടുകളിലൊക്കെ ഇത് കണ്ടുവരാറുള്ളൂ. അങ്ങനെ ഒരു ചെടിയാണ് നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്തുന്നത്. ഈ ചെടിയുടെ പേരെന്ന് പറയുന്നത് ബട്ടർഫ്ലൈ പീ വൈൻ അഥവാ ബട്ടർഫ്ലൈ വൈൻ എന്ന് വളരെ സാധാരണ, അതായത് വളരെ നോർമലായിട്ട് നമ്മൾ പറയുന്ന ചെടിയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. ഇനി ഇതിൻ്റെ വായിൽ കൊള്ളാത്ത കുറച്ച് പേരുകളുണ്ട് കേട്ടോ. അതായത് മസ്കാർഗനിയ മാർക്കോപെട്ര, ദെൻ മൊൺറോവിയ പ്ലാന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് എന്താ പറയുക, ഡിഫിക്കൾട്ടായിട്ടുള്ള കുറച്ച് പേരുകളുണ്ട്. അതൊക്കെ പറയുമെങ്കിലും ഇങ്ങനെയൊക്കെ പേരുകളുണ്ടെങ്കിലും ഇതിനെ വളർത്താനും അതുപോലെ തന്നെ പരിചരിക്കാനും ഒക്കെ വളരെ എളുപ്പമായിട്ടുള്ളൊരു ചെടിയാണ്. പേരിൽ കുറച്ച് ഗുമ്മുണ്ടെന്നേ ഉള്ളൂ, പക്ഷേ ആൾ സാധാരണക്കാരിയാണ്, മെക്സിക്കോക്കാരിയാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ ആളല്ല, മെക്സിക്കോ എന്നുള്ള ആണ് ആളുടെ നേറ്റീവ് പ്ലേസ് എന്ന് പറയുന്നത്. പക്ഷേ എങ്കിൽ പോലും നമ്മുടെ ഈ നാട്ടിൽ വളരെ നന്നായി തന്നെ വളരുന്ന നല്ല ഭംഗിയുള്ള ഒരു വൈൻ പ്ലാന്റ് ആണ്. ഒരു ഫാസ്റ്റ് ഗ്രോയിങ് എവർഗ്രീൻ വൈനാണ് നമ്മുടെ ബട്ടർഫ്ലൈ വൈൻ പ്ലാന്റ് എന്ന് പറയുന്നത്. ഇനി ഈ പ്ലാന്റിൻ്റെ പ്രത്യേകതകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പൂവിനേക്കാൾ ഭംഗി ഇതിൻ്റെ സീഡ് പോഡ്സാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും, ഇതിൻ്റെ സീഡിൻ്റെ പോഡ്സാണ് ബട്ടർഫ്ലൈയുടെ ഷേപ്പിലിരിക്കുന്നത്. കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിൻ്റെ പൂവാണ് ഈ ആകൃതിയിൽ നിന്ന്, പക്ഷേ ഇതിൻ്റെ പൂവല്ല അത്. ഇതിൻ്റെ പൂവാണ് നമ്മൾ മുൻപ് കണ്ട ആ ഒരു യെല്ലോ ഷെയ്ഡിൽ, ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഒരു യെല്ലോ ഷെയ്ഡിൽ കാണുന്നില്ലേ, അതെല്ലാം അതിൻ്റെ പൂവുകളാണ്. അപ്പോൾ ഈ ബട്ടർഫ്ലൈയുടെ ഒരു പൊസിഷനിൽ, അതായത് ബട്ടർഫ്ലൈയുടെ ആ ഒരു രൂപത്തിലിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ സീഡ് പോഡ്സുകളാണ്. സീഡ്സ് എല്ലാം ഉണ്ടാവും അതിലാണ്. ഒരു ഗ്രീനിഷ് കളറിലും പിന്നീട് ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് മാറുന്ന സീഡ് പോഡ്സാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് സീഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുക. അപ്പോൾ ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്ന ഈ സീഡ് പോഡ്സാണ്, ഇതിൻ്റെ ഫ്ലവർ അല്ല. കാരണം ഇത് അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഈ വൈൻ്റെ മുകളിൽ 3 തരത്തിലുള്ള ഫ്ലവറായിട്ട് നിൽക്കുന്നത് നമുക്ക് തോന്നും. ഒരു യെല്ലോ, ഒരു ഗ്രീൻ, ഒരു ബ്രൗൺ എന്ന രീതിയിൽ ഉണ്ടായി നിൽക്കുന്നത് പോലെ തോന്നും. പക്ഷേ ഫ്ലവർ അല്ല എന്ന് മനസ്സിലാക്കുക. ഈ ബ്രൗൺ ഗ്രീൻ ഷെയ്ഡിൽ കാണുന്നത് അതിൻ്റെ സീഡ് പോഡ്സും യെല്ലോ ഷെയ്ഡിൽ കാണുന്നതാണ് ഇതിൻ്റെ ഫ്ലവർ എന്ന് പറയുന്നത്. പക്ഷേ ഫ്ലവർ സത്യം പറഞ്ഞാൽ അത്ര ഭംഗിയൊന്നുമില്ല, കുഞ്ഞു കുഞ്ഞു പൂക്കളാണ്. ഈ കാണുന്ന വലിപ്പമൊന്നും പൂവിനില്ല. പക്ഷേ എങ്കിൽ പോലും ഈ ഫ്ലവർ അല്ലെങ്കിൽ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞതാണ്, ഇങ്ങനെ ഒരു ഫ്ലവർ ഉണ്ട്. കാരണം ആരും ഇതാണ് ഫ്ലവർ എന്ന് കരുതി മേടിക്കരുത്. ഇതിൻ്റെ ഫ്ലവർ അല്ല, സീഡ് പോഡ്സ് ആണ്. പക്ഷേ സീഡ് പോഡ്സ് ആണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വളരെ ചൂടുള്ള സ്ഥലത്തും അതുപോലെ തന്നെ വെയിലധികം ലഭിക്കുന്ന സ്ഥലത്തും വളരാൻ കഴിവ് കൂടുതലുള്ളൊരു ചെടിയാണ്. അപ്പോൾ നമുക്ക് അധികം വെള്ളമൊന്നും അധികം ആവശ്യമില്ല എന്ന് വേണമെങ്കിൽ പറയാം. വരൾച്ചയൊന്നും ഒരു വിഷയമല്ല അവിടെ. അവർക്ക് എത്രത്തോളം ചൂട് ലഭിക്കുമോ എത്രത്തോളം വെയിൽ ലഭിക്കുമോ അവിടെ വളരാനാണ് ഇതിന് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളത്. തണലുള്ള പ്രദേശങ്ങളിൽ ഇത് വളർച്ച ഉണ്ടാകുമെങ്കിലും ഫ്ലവർ ചെയ്യാനും സീഡ് പോഡ്സ് ഉണ്ടാവാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഈ പൂവ് കാണാൻ ഭംഗിയുണ്ട്, സീഡ് പോഡ്സ് കാണാൻ ഭംഗിയുണ്ട് വെച്ചിട്ട് മണം ഉണ്ടോയെന്ന് വെച്ചാൽ ഒരു മണവും ഇല്ല. നോട്ട് ഫ്രാഗ്രൻ്റ് ആണ്, ഫ്രാഗ്രൻ്റ് അല്ല ഇത്. പക്ഷേ കാണാൻ നല്ല ഭംഗിയാണ് എന്നുള്ളത് മാത്രമാണ്. ഇനി ലൈറ്റ് എന്ന് പറഞ്ഞാൽ, അത് നമ്മൾ ലൈറ്റ് നേരത്തെ പറഞ്ഞു, ഫുൾ സണ്ണ് ഉണ്ടാവാം. അതുപോലെ തന്നെ പക്ഷേ എന്നാൽ പാർഷ്യൽ ഷെയ്ഡും ടോളറേറ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ കുറച്ചുകൂടെ ഇഷ്ടം എന്താണ്, ഫുൾ സണ്ണാണ്.
ആവശ്യമായിട്ടുള്ളത്. ഇനി സോയിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വെൽ ഡ്രെയിൻഡ് ആയിട്ടുള്ള സോയിലാണ് കുറച്ചുകൂടെ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. പക്ഷെ എന്നാലും മറ്റുള്ള എല്ലാ സോയിലും ഇത് അഡാപ്റ്റബിൾ ആണ്. ഇന്ന സോയിലിന് മാത്രമേ വളരൂ അങ്ങനെയൊന്നുമില്ല. എന്നാൽ പോലും ഡ്രെയിൻഡ് ആയിട്ടുള്ള സോയിലാണ് കുറച്ചുകൂടെ ഇഷ്ടമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി പുതുതായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള ചെടികളുണ്ടാവുമല്ലോ, അതായത് ആദ്യമായിട്ട് വെക്കുന്ന, അപ്പോൾ അതിന് നമ്മൾ റെഗുലർലി എന്ത് ചെയ്യണം? വെള്ളം കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി വളർന്നു കഴിഞ്ഞാൽ അതൊന്ന് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ മിനിമൽ വാട്ടറിങ് ആവശ്യമായിട്ടേ ഉള്ളൂ. അധികം വാട്ടറിങ് ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ വളർച്ചയുടെ ഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? നന്നായി വാട്ടറൊക്കെ ചെയ്തിട്ട് നമ്മളത് ചെയ്യേണ്ടതാണ്. ഓക്കെ. ഇനി ഫെർട്ടിലൈസേഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ സ്ലോ റിലീസായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് കൊടുക്കുക. ഇപ്പോൾ ഒരു 3:1:2 എന്ന് പറയുന്ന ആ ഒരു പ്രപ്പോർഷനിൽ ചെയ്യാനായിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം എന്താ വെച്ചാൽ സ്ലോ റിലീസ് എന്ന് വെച്ചാൽ വൈനുകളൊക്കെ ആകുമ്പോൾ വളരെ നമ്മൾ കൂടിയ ഇനങ്ങളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡാമേജ് വരും പ്ലാന്റ്സിന്. അപ്പോൾ അങ്ങനെ ചെയ്യാതെ വളരെ കുറച്ചായിട്ട് എഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഫെർട്ടിലൈസേഴ്സൊക്കെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നമ്മൾ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഫ്ലവർ ഉണ്ടാവാനൊക്കെ ഹെൽപ്പിംഗ് ആണിത്. ഇനി പ്രൂണിങ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പൂക്കൾ ഉണ്ടായതിന് ശേഷം പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അതുപോലെ നല്ലപോലെ ഗ്രോത്ത് ഉണ്ടാവും. അതായത് നമ്മൾ എവിടെയാണോ കട്ട് ചെയ്ത് കൊടുക്കുന്നത് അവിടെ എവിടെയൊക്കെ പുതിയ ബ്രാഞ്ചസ് വരാനും അതൊരു പ്രത്യേക രീതിയിൽ വളരാനൊക്കെ ആയിട്ട് സാധിക്കുന്നതാണ്. ഇനി ഈ ഫംഗൽ ഡിസീസസ് അതുപോലെ മറ്റുള്ള കീടങ്ങൾ അവരെ ഒന്നും ഡിസീസൊന്നും അധികം എഫക്റ്റ് ചെയ്യാത്തൊരു ചെടിയാണ്. അതായത് അത്രയും നമ്മൾ അങ്ങനെ അങ്ങോട്ട് കെയർ കൊടുത്ത് വളർത്തേണ്ട കാര്യമില്ല. ഒന്ന് വളർന്ന് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ വളർന്ന് പൊക്കോളും എന്ന പോലത്തെ ഒരു ചെടിയാണ്. അപ്പോൾ അതുകൊണ്ട് അധികം നമ്മൾ ഈ ഫംഗിസൈഡ്സുകളോ അങ്ങനെ പെസ്റ്റിസൈഡ്സോ ഒന്നും കൊടുത്ത് വളർത്തേണ്ട ഒരു ആവശ്യകത ഈ ചെടിക്ക് വരുന്നില്ല. അപ്പോൾ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക എന്താ, ഫുൾ സൺ ഉണ്ടാവുക, അതുപോലെ തന്നെ ഡ്രെയിൻഡ് സോയിലായാൽ നല്ലത്, ഇല്ലെങ്കിലും പ്രശ്നമില്ല. വാട്ടറിങ് അതുപോലെ മിനിമലായിട്ട് ചെയ്താലും മതി. നല്ല വരൾച്ചയുള്ള സ്ഥലത്ത്, വരൾച്ച മീൻ ദ സെൻസ് അതായത് അധികം വെള്ളമൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത്, അതായത് വെള്ളം കെട്ടി നിൽക്കരുതെന്നർത്ഥം, അങ്ങനെയുള്ളൊരു സ്ഥലത്ത്, അതുപോലെ ചൂട് കൂടുതലുള്ള സ്ഥലത്തൊക്കെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഫെർട്ടിലൈസേഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ സ്ലോ റിലീസിങ് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യേണ്ടത്. ഈ പ്ലാന്റ് സെയിലിന് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ സ്റ്റോക്ക് ഔട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, അത് റെയറാണ്. നമുക്ക് അതിൻ്റെ ചെടികളുടെ സാപ്ലിങ്സ് കിട്ടാനൊക്കെ ഇത്തിരി ഡിഫിക്കൽട്ടാണ്. കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നീട് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ബാക്കിയുള്ള പ്ലാന്റ്സിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അറിയാനും അതുപോലെ തന്നെ പുതിയ വിശദമായ വിവരങ്ങൾ കിട്ടാനും നമ്മുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ലിങ്ക് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഈ പ്ലാന്റ് വരികയാണെങ്കിൽ അതിൻ്റെ അപ്ഡേഷൻസൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് കരുതുന്നു. നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.